പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 1-2-3 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. ആ വചനം ഇപ്രകാരമാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് പറയുമായിരുന്നോ? ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു പറയുകയാണ് നമ്മളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ടെന്ന്. പക്ഷേ എപ്പോഴും നമ്മുടെ ഹൃദയം അസ്വസ്ഥമാണ്, അല്ലേ? എത്ര സമ്പത്തുണ്ടായാലും, എത്ര ഇനി കരകവിഞ്ഞുള്ള സമ്പത്തുണ്ടായാലും ചിലരുടെ മനസ്സിന് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. കാരണം അവരുടെ മനസ്സെപ്പോഴും അസ്വസ്ഥതയാണ്. ഇത് മുന്നമേ അറിയാവുന്ന ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അടിയുറച്ച് നിൽക്കുവാനുള്ള കൃപ ദൈവം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം എന്താണ് നൽകാനിരിക്കുന്നതെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ സ്വർഗീയ സിംഹാസനം തുറന്ന് ദൈവം നമുക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വർഗവും സ്വർഗാതിസ്വർഗവും ഭൂമിയും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച സ്വർഗീയ അപ്പൻ്റെ കരങ്ങളിലാണ് നമ്മളെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പനോട് ചോദിക്കുന്നതൊക്കെ അപ്പൻ നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തെ നമ്മൾ വാഴ്ത്തണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവ മക്കളായി നമ്മൾ മുന്നോട്ട് നീങ്ങണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ, ദൈവത്തിൻ്റെ അവകാശികളായി നമ്മൾ മാറുമ്പോൾ നമ്മളെ ദൈവം പരിപാലിക്കും. ആ പരിപാലനയിൽ നമുക്ക് എന്ത് ആനന്ദം കിട്ടുമെന്നറിയാവോ? ഈ ലോകം നമുക്ക് ആനന്ദം തരത്തില്ല. നമുക്ക് ആനന്ദം തരുന്ന നമ്മുടെ സ്വർഗത്തിലെ പിതാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മൊത്തം നമ്മളെ സ്നേഹിച്ചാലും നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹമില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമായി പോകും. നോക്കിയേ, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവാണ് നമ്മളെ കാക്കുന്നതും പരിപാലിക്കുന്നതും നമ്മളെ സംരക്ഷിക്കുന്നതും നമ്മളെ കൊണ്ട് നടക്കുന്നതും എല്ലാം നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവിനപ്പുറം ഈ ഭൂമിയിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പരസ്പരം നമുക്ക് ഓരോ വ്യക്തികളെ ഓർമ്മിച്ച് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് തരുന്ന എല്ലാ കൃപകളും വരങ്ങളും വരദാനങ്ങളും ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും എനിക്ക് നിങ്ങളെ കണ്ടുമുട്ടുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കെല്ലാവർക്കും പരസ്പരം പ്രാർത്ഥിക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. പിതാവിൻ്റെ വാത്സല്യക്കാർ അവരോടെല്ലാം ഓടിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എന്നെയും എൻ്റെ ഭർത്താവിനെയും മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ചേർത്തണച്ച് എല്ലാവർക്കും നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.